നമസ്കാരം. കരുവന്നൂരിൽ ഇഡി സിപിഎമ്മിനെതിരെ കുരുക്ക് മുറുക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കരുവന്നൂരിലെ വമ്പൻ നേതാക്കൾക്ക് മാരത്തോൺ ചോദ്യം ചെയ്യലാണ് നേരിടേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ ആരും ഇഡിക്ക് മുൻപേ ഹാജരാകേണ്ടതില്ല എന്ന തീരുമാനം എടുത്തെങ്കിലും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥ മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് അനുമതി നൽകുകയായിരുന്നു. പക്ഷേ ഒരു തിരിച്ചടിയിലേക്കുള്ള പോക്ക് കൂടിയായി മാറുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അതിവിശ്വസ്തരായ എം വർഗീസിനെയും പി ബിജുവിനെയും ഏറെ വിശ്വാസത്തോടെയാണ് ഇഡിക്ക് മുന്നിലേക്ക് വിട്ടത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? പിണറായി പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതം. കാരണം ഇക്കഴിഞ്ഞ ദിവസം ഇഡിക്ക് മുൻപിൽ വീണ്ടും ഹാജരായപ്പോൾ ഒരു തുറന്നു പറച്ചിൽ തന്നെ ബിജു നടത്തി. ഇത് ശരിക്കും പിണറായിയെ പി ബിജു ഉൾപ്പെടെയുള്ള വിശ്വസ്തർ കൈവിട്ട അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ ചതിച്ച അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. പിണറായി ഒരിക്കലും ചതിക്കുന്നവരെ വാഴിക്കുന്ന ആളല്ല. എന്തിന് ചതിക്കണം? തനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി നേരിട്ടോ അല്ലാതെയോ ചെയ്താൽ പോലും പിണറായി ക്ഷമിക്കില്ല. വാടിക്കൽ രാമകൃഷ്ണനിൽ തുടങ്ങി ഇങ്ങ് TP വരെ നോക്കിയാൽ ആരെയൊക്കെ എന്തിനൊക്കെ കൊന്നു തീർത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിണറായിക്ക് വൈരാഗ്യം തോന്നിയാൽ അവന്റെ കാര്യം തീർന്നു, അത്ര തന്നെ. വെണ്ടുട്ടായി ബാബുവിന്റെ കഥ ക്രൈം ഓൺലൈൻ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലറിയുന്നുണ്ട് പിണറായി എന്ന മനുഷ്യന്റെ ക്രൂരത എത്രത്തോളമാണെന്ന്. അങ്ങനെയുള്ള പിണറായി പി ബിജുവിനെ വെച്ച് പൊറപ്പിക്കുമോ എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം. പി ബിജുവിനെ മാത്രമല്ല, കരുവന്നൂരിൽ ഒരുപാട് പേർ രക്തസാക്ഷികൾ ആകേണ്ടി വരും. ബിജുവിനെ പിണറായി നോട്ടമിട്ട് കഴിഞ്ഞു എന്നതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചന. കരുവന്നൂരിലെ തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി ബിജു. കൊച്ചി ED ഓഫീസിലെത്തിയ ബിജുവിനെ 8.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഈ മാരത്തൺ ചോദ്യം ചെയ്യലിൽ സുപ്രധാന വിവരങ്ങളെല്ലാം ബിജു സമ്മതിച്ചതായാണ് വിവരം. ആദ്യം ബിജു പറഞ്ഞത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് പാർട്ടിക്ക് അറിയാമായിരുന്നു എന്നാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി P സതീഷ് കുമാറിൽ നിന്ന് പണം കൈപ്പറ്റിയതായാണ് ബിജു ഇക്കുറി സമ്മതിച്ചത്. സതീഷ് കുമാറിന്റെ സഹോദരന്റെ അക്കൗണ്ടിൽ നിന്ന് ബിജുവിന് പണം കൈമാറിയ രേഖകൾ സഹിതമായിരുന്നു ED ചോദ്യം ചോദിച്ചത്. ഇതോടെ പണം വാങ്ങിയതായി ബിജു സമ്മതിച്ചു. എന്നാൽ ഇത് കടമാണെന്നും കാറിന്റെ RC ബുക്ക് പണയം വെച്ചെന്നുമാണ് ബിജു പറഞ്ഞത്. കേസിലെ മുഖ്യപ്രതി P സതീഷ് കുമാറിൽ നിന്ന് ബിജു 5 ലക്ഷം രൂപ വാങ്ങിയെന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറും കേസിലെ മറ്റൊരു പ്രതിയുമായ PR അരവിന്ദാക്ഷൻ പറഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ പണം ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ലെന്നും ബിജു പറഞ്ഞു. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കാൻ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മിറ്റി അംഗമായിരുന്നു ബിജു. മുഖ്യപ്രതിയിൽ നിന്ന് തന്നെ അന്വേഷണ കമ്മിറ്റി അംഗം പണം വാങ്ങിയെന്ന് തെളിഞ്ഞതോടെ CPM കൂടുതൽ പ്രതിരോധത്തിലായി. എന്തായാലും പി ബിജുവിനെ തീർക്കാൻ പിണറായി നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പഴി RSSന്റെ അല്ലെങ്കിൽ BJPയുടെ തലയിൽ വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് ഇതുവരെയുള്ള ചരിത്രമെല്ലാം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പി ബിജു ഒരൽപ്പം സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാണ്. പാർട്ടി വരമ്പത്ത് കൂലി കൊടുക്കുന്നത് കണ്ട് പാർട്ടിയിൽ വളർന്ന ആള് തന്നെയാണ് ബിജു. അതുകൊണ്ട് ചരിത്രം ബിജു മറക്കാതിരുന്നാൽ നന്ദി.